ഹായ്, നമ്മുടെ ഈ ചാനൽ അപ്പം അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നലെ ഒരു കമന്റ് ഒന്നെങ്കിൽ ചെറിയ അത് ആദ്യം ഞാൻ പറഞ്ഞിട്ട് കേട്ടാ. ആ കമന്റ് ഞാൻ എപ്പോഴും വായിച്ചതാണ്. ചേച്ചി എന്താ കഴുത്തുമ്പോ ഒരു ചോന്ന പടുന്നൊരു മോളിച്ച് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയുന്നില്ല സഹോദരി. ഇത് വേറെ വിഷയമൊന്നുമില്ല സഹോദരി. സീറ്റ് ബെൽറ്റ് പറഞ്ഞിട്ട് വരണം ഇങ്ങനെ ഓരെ അപ്പം അതൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ ചുട്ടു നിറുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊന്ന് മാറി വരുമ്പോഴേക്കും ഇപ്പം പിന്നെ ആദ്യം എന്ന് പറഞ്ഞാൽ കുറച്ചാളൊക്കെ ആയിട്ട് നമ്മുടെ കാറിൽ യാത്ര കുറവാണ്. കുറഞ്ഞത് ഷെബിയുടെ കാറിലായിരുന്നു. അപ്പം ഞാൻ ബാക്ക് സീറ്റിലാകുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യില്ല. പിന്നെ അഞ്ഞേൻ്റെ കാറിലാകുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലിരിക്കുമ്പോൾ വന്നാട്ടാ. അല്ലാണ്ട് വേറെ കള്ളത്തരങ്ങളൊന്നും ചിന്തിക്കണ്ട, അതൊന്നും ചിന്തിക്കണ്ട. തെറ്റ് പറയാൻ പറ്റില്ല ഇങ്ങനെ കാണുമ്പോ. ഓക്കെ ഓക്കെ, ഞാൻ തെറ്റില്ലാപ്പ എന്താണ് എന്തായി ഇന്നത്തെ ഫുഡിന്റെ ലെവല്? നമുക്ക് ആദ്യം അയ്യോ എന്റെ ഇൻസ്റ്റയില് ഫുള്ള് മെസ്സേജ്. എനിക്ക് ഒരു 25 ചേച്ചി എങ്ങനെയാ തടി കുറച്ച് ആ സീക്രട്ട് ഒന്ന് പറഞ്ഞു തരും പ്ലീസ് ചേച്ചി. എങ്ങനെ ആ ചുരിദാർ ഇട്ടിട്ട് ആ വീഡിയോക്കാണ് ഉള്ള കമന്റുകൾ മൊത്തം. കമന്റിലല്ലാണ്ട് വരുന്നത് എനിക്ക് പേഴ്സണൽ മെസ്സേജാണ്, ഇൻസ്റ്റയിൽ മെസ്സേജുകളാണ്. ഓരോ മെസ്സേജുകളാണ് പഠിക്കാൻ. ഒന്ന് റിപ്പോർട്ടൊക്കെ അയച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ സ്പീക്കർ വെച്ചില്ലേ മറന്നു, ഞാൻ എടുത്തിട്ട് തരാം. അപ്പോൾ ഇതേ അങ്ങനെ ഇപ്പോൾ പോയി വന്നപ്പോൾ വല്ല മാറ്റമുണ്ട്. ഞാനിത് സ്പീക്കർ എടുക്കാൻ പറ്റും. ഈ മാറ്റില്ലാണ്ടെങ്കിൽ വല്ല മാറ്റം പോയി വന്നപ്പോൾ എൻ്റെ ചെറിയ മാറ്റം പോലും മനുഷ്യൻ പെട്ടെന്ന് പിടിക്കും. എന്തിനാ പിന്നെ ഇങ്ങനെ ചുണ്ട് കറുത്തിട്ടിരിക്കുന്നത് ഞാനും അങ്ങോട്ട് കരുതി. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചത് പിന്നെന്താ, ഒരാൾക്കുള്ള ഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഇപ്പം എന്താ വെച്ചാൽ ഡയറ്റിങ് കാര്യങ്ങളൊക്കെ കാരണം ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺട്രോളായിട്ട്. അപ്പം ഇന്നലത്തെ വെച്ച് ചോറുണ്ടായിരുന്നു, കുറച്ച് തിളപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുഞ്ഞൊരു കുട്ടിക്കാലത്തിലാണ് ചോറ് വെച്ചത്. കുടുക്കിക്ക് മാത്രം ഞങ്ങൾ ഫുഡ് അറിയില്ല. പരമാവധി ഞങ്ങൾ കഴിക്കുന്ന ഫുഡുകൾ ഞങ്ങൾ ഒഴിവാക്കുകയാണ്, മറ്റുള്ള ഫുഡുകളൊക്കെ കേട്ടോ. ഇപ്പോൾ ഡയറ്റിങ് കാരണം ഇങ്ങനെയാണ് തടി കുറഞ്ഞ ഗുളികയാണോ ഒന്നുമല്ല, ഫുഡിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു പോണവർക്ക് അറിയാം ഞാൻ ഫുഡ്. അപ്പോൾ ഞാൻ സ്ഥിരം എന്തായാലും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ എൻ്റെ ഫുഡിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കാണിക്കാറ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇന്നോ നാളോട്ട് നമ്മളല്ലേ ഫുഡിൻ്റെ രീതിയിലും കാരണം കുറേ മാറ്റങ്ങളായിരുന്നു. ഞാൻ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇപ്പം ഇടയിൽ നമുക്കൊന്നിനും പറ്റിയിരുന്നില്ല. ഇപ്പം ചുണ്ണിയോട് സ്കൂൾ വന്നിട്ട് ആ ഒരു നമുക്കൊന്ന് സെറ്റായി വരണം നമ്മൾ. അത് ഇനി എത്ര വർഷം സ്കൂൾ പോയാലും ആ 2 മാസം വെക്കേഷൻ കഴിഞ്ഞപ്പോൾ എല്ലാ അച്ഛനമ്മമാർക്ക് പഴയ ലെവലിലേക്ക് എത്തണം. ജോലിക്ക് പോകാത്ത അച്ഛനമ്മമാർക്ക് കിട്ടാം, അതായത് ജോലിക്ക് പോകാത്ത അമ്മമാർ, ജോലിക്ക് സ്ഥിരം പോണ അച്ഛനും അമ്മയാണെങ്കിൽ അവർക്ക് ആ ഡെയിലി ലൈഫ് അതുപോലെ തന്നെ ആയിരിക്കണം. മക്കൾ സ്കൂൾ പോകുമ്പോൾ എന്നാലും കുറേ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരും. അപ്പോൾ അവരുടെ കാര്യം മാത്രം നോക്കിയിട്ട് പോയാൽ മതി. പക്ഷെ ഉണ്ണുകൾക്ക് സ്കൂളുണ്ടെങ്കിൽ ഉണ്ണുകളും കൂടി കാര്യം നോക്കിയിട്ടാണ് ഒരു അച്ഛനമ്മമാർക്ക് ജോലിക്ക് കാര്യത്തിലൊക്കെ പോകാം കേട്ടോ. അപ്പോൾ ആ ഒരു മാറ്റത്തിലായ കാരണം ഞങ്ങൾക്കൊന്ന് സെറ്റാവാൻ നേരം കിട്ടിയിട്ടില്ല അല്ലേ. ഇനി ഞങ്ങളുടെ ഫുഡിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കുറേ കാര്യത്തിൽ ഞങ്ങൾക്ക് ചേഞ്ച് വരുത്താണ്ട്. ഇപ്പം അന്വേട്ടൻ്റെ കൂടെ ഫുഡ് ഡയറ്റിങ്ങിന് ഇല്ല എന്നാ പറഞ്ഞില്ല. ഷുഗർ നോക്കിയപ്പോൾ കുറച്ച് ഷുഗർ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അന്വേഷണം എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തൊട്ട്. പക്ഷേ ഈ ശരീരം ക്ഷീണിച്ച് തന്നെ അന്വേഷണം ഇഷ്ടമില്ല അല്ല ചേട്ടാ. അന്വേഷണം ഒരു നേരം നമുക്ക് ചോറ് കൊടുക്കാം അല്ല ചേട്ടാ. ആണോ നീ ഒറ്റയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഷാർപ്പ് മാർക്കൊന്നും ഉണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. അത്ര അത് കാര്യമില്ല, നമുക്ക് സെറ്റ് ചെയ്യാൻ തന്നു. ഓക്കെ,
പനിയുടെ പല്ലേച്ചു വരട്ടെ. അതിന് ഒരു ചെറിയ കുട്ടിക്കാലത്തിൽ അതിൽ ചോറ് വയ്ക്കാൻ സുഖം തോന്നില്ല. 10 മിനിറ്റ് ആകുമ്പോൾ തിളയ്ക്കൂലേ. കുഞ്ഞൊരു കുട്ടിക്കാലത്തിലായിട്ടപ്പോൾ ചോറ് വയ്ക്കണത് എന്താ വെച്ചാൽ ഉണ്ണുകൾക്ക് മാത്രമാക്കിയിട്ടായി. അപ്പോൾ ഇന്നലത്തെ ചോറ് ഇരിക്കണ കാരണം ഇന്നലെ പൊന്നു ഷെബി രാത്രി മന്തി മേടിച്ചു. അപ്പം ഷെബി ഒരു കഴിച്ചെടുത്തതിന്റെ ചെലവാന്നത്. പൊന്നു നിങ്ങൾ കഴിച്ചെടുത്തിന് എനിക്കൊരു മന്തി മേടിച്ചു തരുമെന്ന്. പൊന്നു അത് കേട്ടോടുകൂടി പിന്നെ കുണുക്കന് വിശപ്പായി. അങ്ങനെ മേടിച്ചതാ. അപ്പൊ നമുക്ക് പോയാലാ? വെള്ളയപ്പത്തിന് മാവ് അരച്ചിട്ട് തരാം. വെള്ളക്കടല വേവിക്കാച്ചിൻ്റെ ഉണ്ണുകൾക്കുള്ള കുറേശ്ശെ സാധനങ്ങൾ മാത്രം ഉണ്ടാക്കണുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കണില്ല. അപ്പം എന്നെ നോക്കിയേ. അങ്ങനെ എന്നും രാവിലെ എനിക്കൊരു കൺഫ്യൂഷൻ ആട്ടോ, ഉണ്ണുകൾക്ക് എന്ത് കൊടുത്തയക്കുന്നു. അതെല്ലാ അമ്മമാർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. മക്കൾക്ക് എന്ത് ഫുഡ് കൊടുത്തേക്കുക, അവരെന്താ കഴിക്കുക സ്റ്റാർട്ടിങ്ങിലൊക്കെ കേട്ടോ. പിന്നെ കുറേ കഴിയുമ്പോൾ അവർ ഫുഡും ടേസ്റ്റും ഒക്കെ നമുക്ക് കറക്റ്റായി വരും. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ ആവില്ല നമ്മൾ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലേ. വീട്ടിലിപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഇട്ട് കൊടുത്താൽ അത് അവർ ഇഷ്ടത്തിന് കഴിക്കും. പക്ഷെ അവർ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചില കറികളോ കാര്യങ്ങളോ പറ്റാറില്ല കേട്ടോ. ഇവിടെ അങ്ങനെയാണ്. കുണുക്കന് ആരെങ്കിലും വായിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഉപ്പേരിയോട് ഇപ്പോൾ ചെറുതായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പയർ വെള്ളത്തിലിടാൻ മറന്നു തലേ ദിവസം. അപ്പോൾ രാവിലെ നേരെ നല്ല ചൂടുവെള്ളത്തിൽ ഒരു പയറൊരു 20 മിനിറ്റ് കുതിരാടും കേട്ടോ. പിന്നെ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയർ വെന്ത് കിട്ടും കേട്ടോ, ഉണക്കപ്പയർ. അപ്പോൾ തലേദിവസം ഇടാൻ മറന്നാൽ ഞാൻ ചെയ്യണത് എങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മ ചെയ്യണത് കണ്ടിട്ട് പഠിച്ചത് കേട്ടോ. അമ്മ ചിലപ്പോൾ തിളച്ച കഞ്ഞവെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഇട്ടേക്കുന്നത് കാണാം. അങ്ങനെ ഞാനാണെങ്കിൽ രാവിലെ പണിക്ക് കയറുമ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഞാൻ മറക്കും കേട്ടോ. ഗുളിക കഴിക്കാനൊക്കെ എന്നിട്ട് കൊടുത്ത് ഗുളിക വാരി വെച്ച് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നനവാണ്, അതുകൊണ്ടാണ് ഗുളിക ഞാൻ കൈ തുടങ്ങിയെന്ന് വെച്ചാൽ ടയറുകൊണ്ട് കൈ നമ്മൾ നനവിലൂടെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അരിഞ്ഞ് പൂട്ടാം. അങ്ങനെ പിന്നെ നമ്മളിത് ഈ തടി കുറയ്ക്കാനുള്ള വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തടി കുറയ്ക്കാനുള്ള വെള്ളം എന്നല്ല, വെറുമായിട്ട് ഞാൻ കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ. തടി കുറയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ കുടിക്കുന്നുണ്ട്. പട്ടയുടെ പൊടി, ചെറുത്തേനും നാരങ്ങനീരും കൂടിയിട്ട് വെറുമായിട്ട് നേരിയൊരു ചൂടുള്ള ഇപ്പോൾ സ്ഥിരം കുടിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തേനും ചെറുനാരങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പട്ടയുടെ പൊടി കൂടി ഞാൻ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പട്ടയുടെ പൊടിയുടെ സ്മെല്ല് ഇഷ്ടമില്ല. എന്നാലും ഇതൊക്കെ പിന്നെ വല്ലാണ്ട് ശരീരത്തിന് കേടുകളുള്ള സാധനങ്ങളല്ലല്ലോ. അപ്പോൾ നമുക്ക് ഭക്ഷണം നിയന്ത്രിക്കുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പൊടി കൈകളൊക്കെ ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് തടി കുറഞ്ഞു. പക്ഷേ ആ തടിയുമ്പോൾ പിന്നെ കുറേ കഷ്ടപ്പാട് കേട്ടോ. അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു 10-15 കിലോ കുറയും. അത് കഴിഞ്ഞാൽ പിന്നെ കുറയണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മള്ളി ശരീര സ്റ്റീമോ കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടി വരുന്നു. അതൊക്കെ ചെയ്താലും ഇനി കുറയട്ടെ. അപ്പോൾ അന്വേട്ടനും എന്നോട് 1 ഗ്ലാസ്സും എനിക്കൊരു ഗ്ലാസ്സും ഞങ്ങൾ എടുത്തു കേട്ടോ. അന്വേട്ടനാണ് കേട്ടോ കഴിക്കുന്നത്. ചേട്ടനായിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് മതിയിട്ടെന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനാണ് കേട്ടോ കൂടുതൽ കഴിക്കണത്. എൻ്റെ മൂക്കടഞ്ഞപ്പോൾ ഒരാൾക്ക് തുള്ളിമരുന്ന് ഒരു അമ്മ വിളിക്കട്ടെ. കാർത്തുമ്മ ചൂടുണ്ട് അല്ലേ? ചൂടുണ്ട്. ആ ചൂടിൽ കുടിച്ചാൽ ചിലപ്പോൾ വയറ് ലൂസാവും. സത്യം, നല്ല ചൂടിൽ കുടിക്കാൻ പാടില്ല. എനിക്ക് തൊണ്ട ഭയങ്കര വേദന. എന്തത് ഗുളിക കഴിക്കേണ്ടി വരും. അത്രയ്ക്ക് ബുദ്ധിമുട്ടായി? ആകെ തരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എന്താ അങ്ങനെ മഴച്ചാറിൽ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളക്കനെ കുടിക്കാൻ എനിക്ക് തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് തൊണ്ടയ്ക്ക് ഇരിക്കി. മഴച്ചാറിലും ഉണ്ടാ? എവിടുന്ന്? അല്ല, ചെറിയൊരു അഹങ്കാരം ഉണ്ട് എനിക്ക്. മഴച്ചാറിൽ കൊള്ളും കുട നീർത്താണ്ട് പോണ ഒരു പരിപാടി. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പം വരുമ്പോൾ തന്നെ എല്ലാവർക്കും ആർക്കും കുഴപ്പമുണ്ടായിട്ടല്ല. അപ്പം ഞാനൊന്ന് കറങ്ങി വരാം. അങ്ങോട്ടാ ബാത്റൂമിലേക്ക് ബാത്റൂമിൽ പോയിട്ട് വരൂ. ക്യാമറ ഓഫ് ചെയ്തോ? വീഡിയോ അങ്ങനെ നമ്മളെ വയറ് കുറയുള്ള അത് കുടിക്കാൻ നോക്കിയപ്പോൾ നല്ല ചൂട്. അപ്പോൾ 2 വായ കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് നല്ല തൊണ്ടവേദന ഉണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര തൊണ്ട ചൊറിച്ചിൽ, കഫക്കെട്ട്, ജലദോഷം, എല്ലാ അസുഖങ്ങളുണ്ട്. ഇത് പറഞ്ഞ പോലെ എന്തെങ്കിലും മാറിയും വിട്ടൊക്കെ നിൽക്കൂട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതിൻ്റെ പനിയും ജലദോഷമൊന്നും വരാത്ത ആളാണ്. പക്ഷേ ഇന്ന് എന്താണെന്നല്ല, എനിക്ക് തീരെ സുഖമില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര തലവേദനയും തുമ്പലും ജലദോഷവും തൊണ്ടവേദനയും എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. പൊന്നു വേറൊരു ആക്ടറെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രാവിലെ തൊട്ട് ഇന്നലെ തൊട്ടിട്ടുള്ള തിരക്ക് കഴിഞ്ഞ് അവർ രണ്ടാമത് ക്ഷീണത്തിൽ എടുക്കട്ടെ. അപ്പോൾ കാർത്തുമ്മ പുലർച്ചെ 4 മണി തൊട്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓയ് അമ്മമ്മ വീഡിയോ ഡബ് ചെയ്യട്ടെ. പിന്നെ ഹായ് പറഞ്ഞു. ഹായ് ബൈ. ഓയ്
അവളതേ അമ്മ 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 എന്ന് വിളിച്ചിട്ട് വന്നിക്കേട്ടാ. അങ്ങനെ അത് ചൂടായപ്പോൾ അത് കുടിച്ചിട്ട് നമ്മൾ ചൂടോടെങ്ങനെ നമ്മൾ അത് കുടിക്കാൻ ഭയങ്കര പണിയാണ്. ചൂട് കുറഞ്ഞ് കഴിഞ്ഞാൽ കുടിക്കാൻ നമുക്ക് നല്ല സുഖമായിട്ടാണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപ്പേരിയൊക്കെ വെന്ത് വന്നു കേട്ടോ. ഉപ്പേരി വന്നപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതക്കണം കേട്ടോ. ഞാൻ ഉണക്കപ്പയർ ഉപ്പേരിയാണ് കേട്ടോ. അതപ്പോൾ നമ്മൾ കടുക് ഇടും കേട്ടോ. ഞാൻ ഉണക്കപ്പയറിൽ കടുക് ഇടും. കടുക് പൊട്ടതിന് ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് അതൊന്ന് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. പക്ഷെ നമുക്ക് തന്നെ ടൈമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു മുക്കാൽ വശമൊക്കെ ഒന്ന് വാടി വരുന്നതോട് കൂടിയിട്ട് ഞാൻ ഈ കുത്തിയ മുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ടിട്ട് കുണിക്കണ് കുളിക്കുക. അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ കഴിക്കണ കാരണം അവർക്കായിട്ട് സെപ്പറേറ്റ് എരി കുറയ്ക്കേണ്ട കാര്യം വരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഉണ്ടാക്കണ പോലെ ഞാൻ ഉണ്ടാക്കണത് വളരെ കുറച്ച് ഉപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഇവിടെ അനിയേട്ടന് ഉണക്കപ്പയർ മുതലൊക്കെ ഉപ്പേരി എന്ന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ കുറച്ച് ഉണ്ടാക്കിയോളാം. അപ്പോൾ അത് വേറെ കാസറോളൊക്കെ ആക്കി മാറ്റി വെച്ചു. പിന്നെ നമ്മളിനി വെള്ളക്കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് വെള്ളക്കടല വേവിച്ച് വെച്ചിട്ട് അതിലേക്ക് അതിന് മുന്നേ മുളക് ഞാൻ വറുത്തെടുത്തു. 4 മുളക് ചട്ടിയിലിട്ട് ചുട്ടെടുത്തു. അത് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇതേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് സബോളയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പില ഇട്ടിട്ട് ആ നേരം കൊണ്ട് ഇപ്പുറത്ത് ഞാൻ കോഴിമുട്ട ഓംലേറ്റ് കൊണ്ടുപോകാൻ ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും ഇത് ഇപ്പുറത്തും പെട്ടെന്ന് രാവിലത്തെ കാര്യങ്ങൾ ഞാനും അതിനായിട്ട് മാത്രമാണെങ്കിലും ഏകദേശം എല്ലാം പണിയും കഴിഞ്ഞിട്ടുള്ളൂ. പോകുമ്പോൾ നമ്മൾ അടിച്ചുതൊടയും തിരുമ്പലും തോരടലും പിന്നെന്താ ഉച്ചത്തേക്കുള്ള ഭക്ഷണം. ഇപ്പോൾ പിന്നെ മീൻ കുറേ നാളായിട്ട് നമ്മൾ മേടിച്ചിട്ട് മീനൊക്കെ വഴിയിൽ കാണുമ്പോൾ എന്തോ ഒരു പുതിയ ജീവനെ കാണുന്ന പോലത്തെ അവസ്ഥയിൽ മീനൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഇല്ല ചേട്ടാ. മീനെ കണ്ടപ്പോൾ എന്തോ ഒരു സാധനം ഇരിക്കണ പോലെ പെട്ടുവണ്ടിയിലൊക്കെ കളഞ്ഞാ അതാണ് നല്ല തുള്ളിമരുന്ന് എൻ്റെ മൂക്കിൽ. അങ്ങനെ നമ്മൾ വെള്ളക്കടലക്കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഉണ്ണുകൾക്കുള്ള ഫുഡൊക്കെ കേട്ടോ. അപ്പോൾ അവർ ചോറ് പൊതിനിട്ട് അവർ ഞാൻ കഴുകിയിട്ട് അടക്കളയിൽ കൊണ്ടുപോയിക്കിട്ട് അതാകുമ്പോൾ എനിക്ക് എടുക്കാൻ സുഖമാണല്ലോ. അങ്ങനെ നമ്മുടെ ഈ കുണുക്കമ്മൻ്റെ പാത്രത്തിൽ ഞാൻ ചോറിടട്ടെ. നമ്മളെ കലത്തിൻ്റെ വലിപ്പം കണ്ട കുഞ്ഞൊരു കലത്തിൽ ഇപ്പോൾ ചോറ് ഉപ്പിട്ട. പിന്നെ ഉണ്ണുകൾക്ക് ഭക്ഷണം ആക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്. അവർ കഴിക്കുമോ കഴിക്കില്ലേ എന്നൊക്കെ കേട്ടോ. ചിലപ്പോൾ എത്ര ആക്കിയാലും നമുക്ക് മതിയാവില്ല മനസ്സിന്. അവർക്ക് വിശപ്പ് മാറുണ്ടാവില്ലേ എന്ന്. പക്ഷേ ഒരുപാട് വേസ്റ്റ് ചെയ്യാനും പാടില്ലല്ലോ. ഫുഡ് വേസ്റ്റ് ആവാനും പാടാത്തവരും നമ്മൾ അവർക്ക് ആവശ്യത്തിനുള്ള ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അവർ മറ്റുള്ള കുട്ടികൾ എന്തെങ്കിലും കറി അത്യാവശ്യം കഴിക്കണതിന് ഉപ്പേരിയൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ ഇടും കേട്ടോ. അപ്പോൾ അതേ മുട്ട കൊത്തി പൊരിച്ചതും ചമ്മന്തിയും പയറുപ്പേരിയും നല്ല കട്ട തൈര് കേട്ടോ. തൈര് ഭയങ്കര ഇഷ്ടം കുണിക്കുമ്പോൾക്ക്. അങ്ങനെ കുണിക്കുമ്പോൾക്ക് കുറച്ച് മുട്ട കൊത്തി പൊരിച്ചതും. കുണിക്കുമ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ചോറ് കൊണ്ടുപോകുന്നത്. കുണിക്കുമ്പോൾക്ക് ഭയങ്കര ഒരു അതിശയം വരെയാട്ടോ. കുണിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ആ ചോറ്. ഇന്ന് ഞാൻ ചോറ് കൊണ്ടുപോകാൻ അമ്മ. അപ്പോൾ ആ തൈര് മൊത്തം ഞാൻ കുണിക്കിക്ക് ഒഴിച്ചു. കുണിക്കിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് ചോറുണ്ടാൻ വേണ്ടിയിട്ടോ. പിന്നെ നമ്മളവിടെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയതിന് ശേഷമാണ് ടവൽ ഇടുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളവിടെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈർപ്പായി കഴിഞ്ഞ് അതിൻ്റെ ബേഗിൻ്റെ ഉള്ളിൽ പൊട്ട സ്മെല്ലോ കാര്യങ്ങളൊക്കെ വരും വെച്ചിട്ട് അവിടെയൊക്കെ തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം ഉണ്ണുകൾക്കുള്ള ചോറൊക്കെ ബാഗിലേക്ക് അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഫിൽറ്റർ ചെയ്ത വെള്ളം ഇട്ടാൽ ചില സമയത്ത് അതൊരു ചൂടുള്ള വേണ്ട മാറാം. അപ്പോൾ അതിന് ഫിൽറ്റർ ചെയ്ത വെള്ളം കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഈ 2 വെള്ളം കുപ്പിയിൽ വെള്ളം കാര്യങ്ങളൊക്കെ നിറച്ചതിന് ശേഷം ഞാനത് മുഴുവൻ നിറച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചവരത്തെ ഓർമ്മയിൽ. അപ്പോൾ അത് ഫുള്ളായിട്ട് നിറച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കിച്ചണൊക്കെ അവിടെയൊക്കെ ഉള്ളത് ഒന്നും ആവില്ല. ആൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തതിനൊന്നുമില്ല. എന്നാലും അതങ്ങനെ ക്ലീനാക്കി തുടച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ അടുക്കള ക്ലീൻ ചെയ്യുന്നുള്ള സമാധാനത്തിന് നമുക്ക് പോയി കിടക്കാതിരിക്കാമല്ലോ. അങ്ങനെ അതിനായിട്ട് കുണുക്കിന് മുന്നേ കുളിക്കുമ്പോളേനൊക്കെ കുളിപ്പിച്ചെന്നു. ആ നേരം കൊണ്ട് ഞാൻ കുളിച്ച് വന്നു. ഇപ്പോൾ അവർക്ക് യൂണിഫോം ഇട്ട് കൊടുക്കട്ടോ. ഈ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു തിക്കും തിരക്കാട്ടോ. എന്താ വെച്ചാൽ രണ്ടാളും എനിക്ക് ഫസ്റ്റ് കുണുക്കൻ്റെ ആദ്യം കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുണുക്കൻ നിൽക്കണമെങ്കിൽ നമ്മുടെ ഒരു മറവത്തുക്കന്നെ വരെ തോന്നുന്നു ശ്രീനിവാസൻ വെടി കിട്ടിയിട്ട് നിൽക്കില്ല. അതുപോലെ എന്താ വെച്ചാൽ പറയാം സിബ് കുടുങ്ങുമെന്ന് പേടിച്ചിട്ടാണ്. അവ ഇതിലൊക്കെയോ കണ്ടിട്ട് തോന്നുന്നു സിബ് കൊടുക്കുന്നതിൻ്റെ കാര്യം വേണ്ടിയിട്ട് അവൻ പേടിച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ കുണുക്കൻ്റെ ടൈയും കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞ് ടൈ കെട്ടിക്കണം. കുട്ടികൾക്ക് ഒരു തരിയും കൂടി നീളം വേണ്ട ഒരു കുട്ടി തൈ. അപ്പോൾ ടൈയാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ വലുതുണ്ടോയെന്ന് ഞാൻ വെച്ച് നോക്കിയിട്ടുള്ളൂ. ഇതിൽ വലുത് കുണുക്കൻ്റെ എന്താ വെച്ചാൽ അത് കുണുക്കിന് തീരെ ചേരാത്ത പോലെ ഫീൽ ചെയ്യും. കുഞ്ഞേ ടൈ ആയി കാരണം നോക്കി ഒരു ടൈ ഇടുമ്പോഴുള്ള കഷ്ടപ്പാടൊന്നും നോക്കി കുഞ്ഞിന് നിവർന്ന് അങ്ങോട്ട് തിരിഞ്ഞ് എൻ്റെ പൊന്നോ ഇവരെന്നെ ഒരു നിലയ്ക്ക് നിർത്തിയിട്ട് ഇതൊക്കെ ചെയ്തുണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു കഷ്ടപ്പാടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു കുറച്ച് നേരത്തെ പണി കഴിഞ്ഞ് പിന്നെ ഇവരെ എണിച്ച് കഴിഞ്ഞാണല്ലോ പിന്നെ എനിക്ക് തന്നെയായിരുന്നു റെസ്റ്റ് എന്ന് പറഞ്ഞതില്ല കേട്ടോ. ചേട്ടാ എനിക്ക് സത്യം ഒരു 6 മണിക്ക് എണിച്ച് കഴിഞ്ഞാൽ ഒരു 10 മണി വരയ്ക്ക് ഒരു തരി റെസ്റ്റ് ഇല്ല കേട്ടോ. ഇവരെ സ്കൂൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ എന്നോട് സത്യം പറയല്ലോ ഒന്ന് ശ്വാസം പുറത്ത് വിടും. വരെ ഞങ്ങൾ നല്ലൊരു
നല്ലൊരു കഷ്ടപ്പാടാട്ടാ. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ഇവന് കുണിക്കുമ്പോഴൊക്കെ എന്നാൽ ഇപ്പോഴതിനെ മുടി വളർത്തണം, കുണിക്കുമ്പോൾ മുടി വെട്ടിക്കൂടെ, ചെറിയ കുട്ടികൾ ഇത്രയ്ക്ക് മുടി വളർത്തണം. പക്ഷേ ഇത് ഇവിടെ അനുവായിട്ട് സമ്മതിക്കില്ല കേട്ടോ. കുണിക്കുമ്പോൾ മുടി വെട്ടാൻ അനുവാനും സമ്മതിക്കില്ല, കുണിക്കുമ്പോഴും സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. ഇവിടെ പൊന്നൂനായാലും കുഞ്ഞിനായാലും ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ മുടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പൊന്നൂനാണ് പിന്നെ ഈ പ്രായത്തിലൊക്കെ മുടി കുറവ്. ബാക്കി കുഞ്ഞിനും കുണിക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാരുണ്ട് ആൺകുട്ടികൾ, ആൺകുട്ടി അവരെ മുടി വളർത്തി വെട്ടിക്കൂടെ, എന്തെങ്കിലും പെൺകുട്ടി ആണ് പെണ്ണെന്നൊന്നും ഇല്ലല്ലോ. മുടി വളർന്നതിന് ആണ് പെണ്ണ് എന്നുള്ള ഒരു മാറ്റില്ല എന്നൊക്കെ തോന്നണം കേട്ടോ. പിന്നെ അവരൊക്കെ സ്കൂൾ വിട്ടതിന് ശേഷം ഞാനും ഏട്ടനും വന്നിട്ട് ചായ കുടിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് ഞാൻ വെറും വയറ്റിൽ ഒരു വെള്ളം കുടിക്കാൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ വെള്ളയപ്പും കടലക്കറിയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഇഷ്ടത്തിനോട് കഴിച്ചു പോകും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു 10 രൂപ വിത്തൗട്ട് ചായയും കുടിച്ചു. അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നു കേട്ടോ, റെസ്റ്റ് എടുത്തുട്ടാ. റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മുടെ കാർത്തുമ്പോൾ വന്നിട്ട് കേട്ടോ. അപ്പോൾ അന്നേരത്ത് ഞങ്ങൾ തിളപ്പിച്ച് ഊറ്റി ചോറ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അത് കഴിച്ചിട്ട് തരി ചോറ്, തരി ഉപ്പേരി, പിന്നെ ഒരു കോഴിമുട്ട ബുൾസൈ ചെയ്തു. പിന്നെ ചമ്മന്തിയിലേക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിമുട്ട. അങ്ങനെ പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയിട്ട് ഒന്നും മറിച്ചിട്ടിട്ട് അത് കഴിച്ചു ചോറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കാർത്തുമ്മയ്ക്ക് കഴിച്ചായിട്ട് കൊടുക്കട്ടെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിന്. അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ വന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ നനച്ചോട്ടാ. മേലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്യൂഷന് പോകണേ. ആരാ? അമ്മ ട്യൂഷനാക്കി, ഏട്ടാ ട്യൂഷന് പോയ, അപ്പനും ട്യൂഷനാക്കാൻ വന്നു. മാമനും മാമി ട്യൂഷന് പോവാ. അടുത്തായിട്ട് കാർത്തൂനും വന്നേക്കാം. എന്താ പത്തുക അഭിപ്രായം? എന്താ കാർത്തൂൻ്റെ കുളി പോണ്ടേ? കാർത്തൂന് കുളി ഉണ്ടാക്കാട്ടാ, ഉണ്ടാക്കാം. അപ്പോൾ ചായ കുടിച്ചിട്ട് ഒരു വെള്ളയപ്പം കടലക്കറിയൊക്കെ കഴിച്ചു, കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി. ഇനി ട്യൂഷന് റെസ്റ്റില്ല. ടീച്ചറോട് കുറച്ച് ഹോംവർക്ക് ചെയ്യാൻ പറയാം കേട്ടാ. ഓക്കെ.